കണക്കുകൂട്ടലുകൾ തെറ്റാൻ പാടില്ല. തെറ്റിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. ശരിയാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുകയും പല രീതിയിലുള്ള വിഷയങ്ങളിൽ ആലോചിക്കുകയും ചെയ്തിട്ട് ആ സങ്കല്പിച്ച പോലെയും ആലോചിച്ച പോലെയും സംഭവിക്കാതിരിക്കുമ്പോൾ, കൈവരാതിരിക്കുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ കൈവിട്ടുപോയത് മനസ്സിലാക്കുക, അഥവാ കണക്കുകൾ തെറ്റിപ്പോയത് മനസ്സിലാക്കുക, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത് മനസ്സിലാക്കുക. കണക്കുകൂട്ടലുകൾ രണ്ട് തരത്തിൽ തെറ്റിപ്പോകാറുണ്ട്. ഏതൊക്കെയാണവ? ഒന്ന്, കണക്കുകൾ കൂട്ടുമ്പോൾ അത് കൃത്യമായി ശരിപ്പെടുത്തി വെക്കുമ്പോൾ, അതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമ്പോൾ എങ്ങനെയാവണം എന്താവണമെന്ന് ആലോചിച്ച് തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ പിഴച്ചു പോകുന്നതിന്, ബേസിക് ലെവലിൽ തന്നെ പിഴച്ചു പോകുന്ന ഒരു പിഴവുണ്ട്, തെറ്റലുണ്ട്. അതൊരു കണക്കുകൂട്ടലുകൾ തെറ്റുന്ന ഒരു രീതിയാണ്, ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്നാൽ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ വരാതിരിക്കുക, സങ്കല്പിച്ചു വെച്ച പോലെ കാര്യങ്ങൾ വരാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കണക്ക് കൂട്ടലുകൾ തെറ്റുക എന്ന് പറയുന്നത്. ഏത് രീതിയിലായാലും നിങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ ഞാൻ പറയും, കണക്ക് കൂട്ടലുകൾ തെറ്റുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. കണക്ക് കൂട്ടുമ്പോൾ തെറ്റരുത്, കൂട്ടിക്കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴും തെറ്റരുത്. രണ്ട് രീതിയിലുള്ള തെറ്റലുകളുണ്ട്. അപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ, നമ്മുടെ സങ്കല്പങ്ങൾ നിറവേറാതിരുന്നാൽ, അതുപോലെ കൈവരാതിരുന്നാൽ, നമുക്ക് പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും അത് വലിയ തിരിച്ചടിയായി മാറും. അതിനാൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ, കൃത്യമായ കാൽക്കുലേഷനുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമുക്കുണ്ടായിരിക്കണം. നാം അത് നടത്തിയിരിക്കണം. കൃത്യമായ കാൽക്കുലേഷൻസ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ, അതേ തുടർന്ന് വല്ലപ്പോഴും അതിൻ്റെ റിസൾട്ടിൽ നമുക്ക് പരാജയം വരുമ്പോൾ വലിയ സങ്കടം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ കൃത്യമായ കാൽക്കുലേഷൻ നടത്താതെ എങ്ങനെയോ ആയതാകട്ടെ എന്ന മട്ടിൽ കാര്യങ്ങൾ നടത്തിവിട്ടാൽ, അതേ തുടർന്ന് പ്രയാസമോ പരാജയമോ ദുഃഖമോ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആഴം വലുതായിരിക്കും. രണ്ട് തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ തെറ്റലുണ്ട്. അത് ഒന്നാമത്തെ തെറ്റൽ കണക്ക് കൂട്ടുമ്പോൾ തന്നെ തെറ്റുന്നതാണ്. രണ്ടാമത്തത് കണക്ക് കൂട്ടി കാര്യങ്ങൾ നടത്തി ശേഷം റിസൾട്ട് വരുമ്പോൾ തെറ്റലാണ്. നമ്മൾ പിന്നീട് പറഞ്ഞത്, കണക്ക് കൂട്ടലുകൾ കൃത്യമായി നടത്തി അവസാനം തെറ്റിക്കഴിഞ്ഞാൽ വലിയ സങ്കടം ഉണ്ടാവില്ല. കണക്ക് കൂട്ടുമ്പോൾ തന്നെ തെറ്റിയാലും തീരെ കണക്ക് കൂട്ടാതിരുന്നാലും വലിയ സങ്കടവും വലിയ വിഷമവും പ്രയാസവുമായി സന്തോഷരഹിതമായ ഒരു പേഴ്സണൽ ലൈഫിലേക്കോ, ഹാപ്പിലെസ് പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഹാപ്പിലെസ് സോഷ്യൽ ലൈഫിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഹാപ്പിലെസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫോ പേഴ്സണൽ ലൈഫോ താല്പര്യമില്ലാത്ത നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടലുകൾ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് റൂട്ടഡ് പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്താൽ നമ്മുടെ സന്തോഷത്തിന് അതൊരു നിമിത്തമാകും, കാരണം. അല്ലാത്ത പക്ഷം ആഴമേറിയ സങ്കടത്തിനും ദുഃഖത്തിനും പ്രയാസത്തിനും കാരണമാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കണക്ക് കൂട്ടലുകൾ കൃത്യമായിരിക്കണം. കണക്ക് കൂട്ടുമ്പോൾ തെറ്റാൻ പാടില്ല, കൂട്ടിക്കഴിഞ്ഞ ശേഷം റിസൾട്ടിലും തെറ്റാൻ പാടില്ല എന്ന് കണക്ക് കൂട്ടലുകൾ തെറ്റുക എന്ന വിഷയം ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടതുള്ള കാര്യമാണ്.